ചാലിശ്ശേരി പോലീസ് പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന് പരാതിയുമായി വീട്ടമ്മമാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ചാലിശ്ശേരി മുലമ്പറമ്പത്ത് പൂരത്തിന് എഴുന്നള്ളിപ്പിനിടയിൽ ഒറ്റപ്പിലാവ് വടക്കുന്നാഥൻ കമ്മിറ്റിയിലെ 4 യുവാക്കളെ ആക്രമിച്ച സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന് പരാതിയുമായി 30ഓളം വീട്ടമ്മമാർ രംഗത്ത്. കൂറ്റനാട് പ്രസ് ക്ലബ് എത്തിയ വനിതാ സംഘമാണ് പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ച് പ്രക്ഷോഭത്തിനിറങ്ങുന്ന കാര്യം അറിയിച്ചത്. ഫെബ്രുവരി 28-നാണ് കേസിനാസ്പദമായ സംഭവം. പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയിലുള്ള ഒറ്റപ്പിലാവ് കാളിന്തി നഗറിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പിനിടയിലാണ് അക്രമ സംഭവം നടന്നത്. തണത്തറ പാലത്തിന് സമീപം പഴയ വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് യുവതാര പൂരാഘോഷ കമ്മിറ്റിയോടൊപ്പമുള്ള 6 പേർ വടക്കുന്നാഥൻ കമ്മിറ്റിയിലെ രാധാകൃഷ്ണൻ, ജിതിൻ ദാസ്, നിധി, യദുകൃഷ്ണൻ എന്നിവരെ ഇരിക്കട്ടയും പട്ടികവടിയും ഉപയോഗിച്ച് മാരകമായി ആക്രമിച്ചെന്നാണ് പരാതി. പരിക്കേറ്റ 4 പേരും 5 ദിവസം ആശുപത്രിയിൽ കിടന്നു. ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിന് പകരം പരിക്കേറ്റ ചേലക്കപ്പറമ്പിൽ രാധാകൃഷ്ണൻ, പാലത്തിങ്കൽ പറമ്പിൽ മിഥുൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്തെന്നും വീട്ടമ്മമാർ ആരോപിച്ചു. 3 ദിവസമായി 2 പേരും ജയിലിലാണ്. അതേസമയം പ്രതികളെ യഥേഷ്ടം വിഹരിക്കുകയും സ്വൈരവിഹാരം നടത്തുകയും ചെയ്യുകയാണ്. അക്രമി സംഘത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചാലിശ്ശേരി പോലീസിനെതിരെ പാലക്കാട് പോലീസ് സൂപ്രണ്ടിനും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും നീതി ലഭിക്കാത്ത പക്ഷം കാളിന്തി നഗറിലെ മുഴുവൻ വീട്ടമ്മമാരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് വടക്കുന്നാഥൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും കാളിന്തി നഗർ നിവാസികളുമായ PS സജിത കൃഷ്ണ, PK ഷിജി സന്തോഷ്, CC സുമതി, TK രമണി, CA മിനി, സതീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ ഇരുകൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും ചാലിശ്ശേരി പോലീസ് പ്രതികരിച്ചു. ഞങ്ങള് പൂരം നല്ല ഗംഭീരമായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് കുറേ ചെറുപ്പക്കാർ ഞങ്ങളുടെ കുട്ടികളെ വന്ന് കൈവയ്ക്കണതും ആക്രമിക്കണതും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ പൂരം അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് മക്കൾക്ക് ഇങ്ങനെ ഓരോ അപകടങ്ങൾ ഉണ്ടായിരുന്നു. തലയ്ക്ക് മുറി പറ്റിയിട്ടുണ്ട്. ഇടിക്കട്ട കൊണ്ട് ഉപയോഗിച്ചിട്ട് മക്കളെ ഇടിച്ചിട്ട് പുറത്തും തലയ്ക്കും നെറ്റത്തും അങ്ങനെ എല്ലാ ഒരുവിധ മക്കൾക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വ്യാഴാഴ്ച പോയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു. വ്യാഴാഴ്ച രാത്രി ഒരു 8-8:30 ആകുമ്പോഴാണ് ഞങ്ങളവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മേലെ അവരൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് വീട്ടിലുള്ള കുട്ടീനെ രാധാകൃഷ്ണൻ പറയുന്ന ഒരാളെന്നെ അനീതിയായിട്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഒരു പ്രകോപനമില്ല. അവനെ സ്ഥലം കാണിക്കാനാന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം കൊണ്ടുപോയത്. പിന്നെ അവനെ ലോക്കപ്പ് ചെയ്തു. ഞങ്ങളതിനെ വിളിച്ച് പറയുകയാണ് രാത്രി 8:30 ആകുമ്പോഴേക്കും ആരൊക്കെയാണോ കേസ് കൊടുത്തിട്ടുള്ളത് അവരെല്ലാവരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അന്ന് ആരും പോയില്ല. പിറ്റേന്ന് ഞങ്ങൾ കുറച്ച് സ്ത്രീകളും അവരുടെ ഏട്ടനും ഭാര്യ അങ്ങനെയുള്ള ആൾക്കാർ പോയി. ഞങ്ങൾ ഒരു 1 മണി വരെയോളം ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വ്യക്തിനെ തന്നെ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് സമ്മതിച്ചത് അവർ. പക്ഷെ അവർ പറയണത് നിങ്ങൾ കൊടുത്ത കേസിൻ്റെ മുകളിൽ അവർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുത്തതിൻ്റെ പുറമെ ഈ ആക്രമിച്ച ആൾക്കാർ ഈ ഒറ്റപ്പിലാവ് ദേശത്ത് തന്നെ ഇത്രയും ഉള്ള ആൾക്കാരാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ട് അവരുടെ മേലാണ് ഇപ്പോൾ അവർ കേസ് ചാർജ് ചെയ്തിട്ടാണ് ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിനെ, എൻ്റെ മകൻ മിഥുൻ കൃഷ്ണൻ എന്ന വ്യക്തിനെ അവർ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്ത് നീതിയാണ് അവർ തന്നിരിക്കുന്നത്? ഞങ്ങൾ ഇത്രയും ആൾക്കാർ 10-32 വീട് താമസിക്കുന്ന ഞങ്ങൾ ആൾക്കാർ കൊടുത്ത ഒരു പരാതിക്കും അവർ ഇതുവരെ ഒരു തീരുമാനം അവരുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥാസ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങളും ജീവിക്കുന്നത്. ഞങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിർത്തി തർക്കമായ കാരണം കൊണ്ട് അത് ഞങ്ങൾക്ക് ചാലിശ്ശേരിക്കാണെന്ന് പറഞ്ഞു. ചാലിശ്ശേരി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുന്നംകുളത്തേക്കാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിച്ചിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾ 4-5 പേര് ആദ്യം കുന്നംകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നിട്ട് അവർക്ക് അതിന് വലിയ ചികിത്സ കിട്ടണം പറഞ്ഞപ്പോൾ ഞങ്ങളത് മലങ്കരയിൽ കൊണ്ടുപോയി 4-5 ദിവസം അവിടെ അഡ്മിറ്റ് ആയിട്ടും ഒരു നടപടിയും ഞങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു നടപടിക്കും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നീതിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണത്? ഞങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാർ തന്നെ. കുട്ടികൾ ഇനിയും വലുതായി വരുന്ന മക്കളുണ്ട്. പക്ഷെ ഇതിന് എന്താണ് അവർ നടപ്പാക്കി? എന്ത് നീതിയാണ് ഈ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഇതിന് സംഘടിപ്പിച്ച് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഇറങ്ങിയതല്ല. ഞങ്ങൾക്ക് 10-12 കൊല്ലമായിട്ട് ഞങ്ങളതിനെ കൊട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇനിയും മക്കൾ ഞങ്ങളുടെ അവിടെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ഒരു തീരുമാനം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് തരുന്ന മറുപടി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. പിന്നെ പറയാനുള്ളത് എനിക്ക് എൻ്റെ മകനെ കുറിച്ചിട്ടാണ്. എൻ്റെ മകൻ അവർ കൊണ്ടുപോയി അവർ വർക്ക് ചെയ്യണ സെൻറ്ററിൽ പോയിട്ടാണ് അവർ കൊണ്ടുപോയി എന്നുള്ള വിവരം അവർ സെൻറ്ററിൽ നിന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിച്ച് ഞങ്ങൾ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ പട്ടാമ്പി കോടതി പോയി. അപ്പോൾ അവർ മജിസ്ട്രേറ്റിന് മുന്നിൽ കോടതി ഇതാക്കി നോക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു വ്യക്തിയുള്ള കാരണം കൊണ്ട് 2 പേർക്കും കൂടിയിട്ട് ഇന്ന് ജാമ്യം തരാമെന്ന് പറഞ്ഞു.
ഒരു തെറ്റിലേക്കും ഒന്നിലേക്കും പോകാത്ത മക്കളാണ് ഞങ്ങളുടെ ഈ കുന്നത്തുള്ള മക്കൾ. ഞങ്ങളുടെ കാളിനഗർ പറഞ്ഞ കുന്നത്തുനിന്ന് ഒരു മക്കൾ ഒന്നിലേക്കും പോകണില്ല. ഒരു MDMO, ഒരു കഞ്ചാവ് കേസോ, ഒരു തല്ല് കേസോ, അങ്ങനെ ഞങ്ങളുടെ മക്കളും ഏതോ ഒരു കേസും ഇല്ലാത്ത ഒരു മക്കളാണ് ഞങ്ങളുടെ മക്കൾ. അപ്പൊ അവരേനെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ എല്ലാ അമ്മമാർക്കും നല്ല വിഷമമുണ്ട്. അപ്പൊ ഇതിന് എന്ത് നടപടിയാണ് ചാലിശ്ശേരി പോലീസുകാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയണം. ഒരു കാരണവും ഇല്ല അവനെ കൊണ്ടുപോകാൻ. പിന്നെ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് അവനെ കൊണ്ടുപോയത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവര് പറഞ്ഞത്, നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ ഇരുന്നോ എന്നേ പറയണുള്ളൂ. ആളെന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. 10 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് 12 മണി വരെ 12 വരെയെങ്കിലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട്. അവര് ഞങ്ങൾക്ക് ആളെന്നെ കാണിച്ചു തന്നത് അപ്പോഴാണ്. എന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്നോ അതൊന്നും പറഞ്ഞിട്ടുമില്ല അവര്. പിന്നെ ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്ന് ഞങ്ങളോട് എന്താണ് സംഭവിച്ചത്, അങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഈ ചെയ്ത വ്യക്തികളുടെ കൂടെയാണ് മെമ്പർ നിൽക്കുന്നത്. അവരുടെ ആൾക്കാരായ കാരണമാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ഒരാളും നിൽക്കണില്ല. ഞങ്ങൾ ഈ ആ ഭാഗത്ത് ഇപ്പൊ മുന്നേ അവര് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവര് പോലീസ് ഞങ്ങൾക്ക് നീതി തന്നിട്ടില്ല. പോലീസ് കുറ്റവാളികളുടെ കൂടെയാണ് ഇപ്പോഴും. അക്രമികളെ ആണ് അവര് സംരക്ഷിക്കുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ ആങ്ങളെ രാധാകൃഷ്ണൻ അവര് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ കോപ്പി മേടിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് രാധാകൃഷ്ണനെ പണിക്ക് പോയ രാധാകൃഷ്ണനെ അവർ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ആ രാധാകൃഷ്ണനും ഏട്ടൻ്റെ മകനും കൂടിയിട്ടാണ് പോയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ രാധാകൃഷ്ണനെ അവരവിടെ അകത്ത് വെച്ചിട്ട് ഏട്ടൻ്റെ മകനെ അവര് പുറത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് വിളിക്കുന്നത് രാധാകൃഷ്ണന്റെ പെങ്ങളല്ലേ, രാധാകൃഷ്ണനെ ഞങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വരണം പറഞ്ഞു. എന്നിട്ട് ഞാനും എൻ്റെ മൂത്താങ്ങളെയും കൂടിയിട്ട് പോയി. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങളെ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ 10-20 മെമ്പർമാരും കൂടി ഒരു കൊല്ലത്തെ ഉദ്യാനത്തിൽ പല്ലാണ്. അത് നമ്മൾ എത്രയും വളരെ സന്തോഷത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇത് എല്ലാ മിക്കവാറും സംഭവങ്ങളും ഇവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂരം ഞങ്ങൾ വളരെ ഇതായിട്ട് കൊണ്ടുപോയിരുന്നു, സന്തോഷമായിട്ട്. പാലം വരെ നല്ല കുട്ടികളും മക്കളും അമ്മമാരും എല്ലാവരും കൂടി കൊണ്ടുപോകുന്ന ഒരു പരിപാടി അവർ പ്രതീക്ഷിക്കാതെ വന്നിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെന്തായാലും ഞങ്ങൾ പരാതി കൊടുത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങളുടെ മക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. വളർന്നു വരുന്ന മക്കൾക്കായാലും അവർ പുറത്തു പോകുന്ന ആൾക്കാരാണ്, പല തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്.